പിഷാരടിയുടെ നാൾ ചോദിച്ച് ഒരു ഉമ്മ തന്റെ സുഹൃത്തായ ഒരു ഹിന്ദു സ്ത്രീക്ക് പിഷാരടി ജയിക്കാൻ അമ്പലത്തിൽ പൂജ ചെയ്യാനാണ് ഈ മുസ്ലിം ഉമ്മ പിഷാരടിയോട് അദ്ദേഹത്തിന്റെ നാൾ ചോദിച്ചത്. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. കേരളത്തിന്റെ നന്മയും മഹത്വവും അതാണ്. അപ്പോ പിഷാരടിയുടെ ആ വളരെ വൈറലായ, കഴിഞ്ഞ ദിവസം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോ ഒന്ന് കാണാം. എന്തൊരു നന്മയാണ് നമ്മുടെ നാട്ടിൽ. ആ നന്മയെ തകർക്കാൻ ഒരു കാരണവശാലും ആരെയും അനുവദിക്കണം. ഏത് പാർട്ടിയാണെങ്കിലും അതിന് കോൺഗ്രസോ CPM-ഓ BJP-യോ വേറൊരു മുസ്ലിം ലീഗോ യാതൊരു വ്യത്യാസവും ഇല്ല. മതസൗഹാർദ്ദം, ഇനി മതേതരത്വം എന്ന് പറഞ്ഞാലും മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാലും ബഹുസ്വരത എന്ന് പറഞ്ഞാലും പിന്നെന്താ മതാന്തര സൗഹാർദ്ദം എന്ന് പറഞ്ഞാലും എന്ത് കോപ്പ് വിളിച്ചാലും കുഴപ്പമില്ല. ആൾക്കാർക്ക് ഈ വിളിക്കുന്നതിന്റെ പേരിലേ പ്രശ്നമുള്ളൂ. പക്ഷേ ആ ഐക്യം നമ്മുടെ കൊടിയിൽ കാണുന്ന ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പോലെ നമുക്ക് ഐക്യം ഉണ്ടാകണം. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. കാണേണ്ട വീഡിയോ ആണ്. ഇതൊരു രസമുള്ള വീഡിയോ അല്ലേ? ഒന്നുകൂടെ കാണാം. ഇതൊരു നന്മയാണെന്നുള്ളതാണ്. നാച്ചുറൽ വിശാഖമാണ് നാള്. നമ്മുടെ നാടിന്റെ നന്മ ആ ഐക്യമാണ്. ആ ഐക്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും ശ്രീ പിഷാരടിക്ക് കഴിയും. ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുള്ള ഒരാളാണ് ശ്രീ പിഷാരടി. കാരണം അതുകൊണ്ടാണ്. പിഷാരടിക്ക് ഒരു നന്മയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലും അത് കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം നടക്കുമ്പോൾ പോലും ശക്തമായി പിഷാരടി ഒരു നിലപാടെടുക്കുകയുണ്ടായി. കോൺഗ്രസിലെ ഈ തലമുതിർന്ന പല നേതാക്കളും വ്യത്യസ്ത ഒരു നിലപാടെടുത്തപ്പോൾ പോലും പിഷാരടി ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചു. മാത്രമല്ല, ഈ ഇലക്ഷൻ വരുന്ന സമയത്തും പിഷാരടി പറയുകയുണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫിയും ഒക്കെ തുടർന്നു വന്ന നല്ല കാര്യങ്ങൾ ഞാൻ തുടരുമെന്ന്. അതൊരു സിമ്പലാണ്. അതായത് ശക്തമായി എന്താ പറയുന്നത്, രാഹുലിനെ അടക്കം ഞാൻ അനുകൂലിക്കുമെന്ന് പറയാനുള്ള സിമ്പലാണ്. ആദ്യം ഇത് അനൗൺസ് ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം അത് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ നമ്മുടെ നാടിനെ ആ ഒരു നന്മ ആവശ്യമുണ്ട്, ഒരു സത്യസന്ധത ആവശ്യമുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിനും മറ്റും അപ്പുറം പിഷാരടിയെ ഒരുപാട് പേര് ചീത്ത വിളിച്ചു. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പിഷാരടി നിലപാടെടുത്തതിന്റെ നന്മയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ കണ്ടത്. ഒരുപാട് പേര് ചീത്ത വിളിച്ചു, എന്തിനാണ് നിങ്ങൾ നിലപാടെടുക്കുന്നത്, നിങ്ങളുടെ ഇമേജ് പോവില്ലേ? പക്ഷേ സത്യത്തിന് വേണ്ടി നിൽക്കാൻ, നീതിക്ക് വേണ്ടി നിൽക്കാൻ, ശരിക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്ന ഒരാളാണ് പിഷാരടി. ഞാൻ പിഷാരടി ഒരുപാട് വർഷങ്ങൾ മുമ്പാണ് പരിചയപ്പെട്ടത്. ശരിക്കും ഈ തമാശയൊന്നും പറയുന്ന ആളൊന്നുമല്ല പിഷാരടി. പിഷാരടി വളരെ ഷാർപ്പായ ഒരു വ്യക്തിയാണ്. വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കോംപ്രിഹെൻഷൻ വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ്. പ്രാക്ടിക്കൽ ഇന്റലിജൻസ്, പ്രായോഗിക ബുദ്ധിയും അതോടൊപ്പം വ്യത്യസ്ത കാര്യങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. ഞാൻ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് പിഷാരടി. പിഷാരടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ആ ഉമ്മ പ്രാർത്ഥിച്ചതുപോലെ, അമ്മച്ചിമാർ പ്രാർത്ഥിക്കുന്നത് പോലെ, ഒരുപാട് അമ്മമാർ പ്രാർത്ഥിക്കുന്നത് പോലെ പാലക്കാട് വരട്ടെ. പാലക്കാട് മികച്ച കാൻഡിഡേറ്റ്സ് ആണുള്ളത്. എനിക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രനെ അറിയാം. എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. നല്ല പോരാട്ടമായിരിക്കും. ഇത് ഞാൻ ഇവരോട് ആരോടും പേഴ്സണലി സംസാരിച്ചിട്ടൊന്നുമല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന ആൾക്കാരെ പറയാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നല്ലതാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രനും അങ്ങനെ ഇൻക്ലൂസീവായി സംസാരിക്കാനും മറ്റുമൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. വളരെ വളരെ മികച്ച കാൻഡിഡേറ്റ് ആണ്. മൂന്നാമത്തെ ആളായിരുന്നു പാലക്കാട്. ഞാൻ നോക്കിയിട്ട് പറയാം. മൂന്നാമത്തെ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാ നിൽക്കുന്നതെന്ന് കൂടെ നോക്കിയിട്ടുണ്ട്. നല്ല ശരിക്കും രാഹുലായിരുന്നു നിൽക്കേണ്ടിയിരുന്നത്. രാഹുലിന് ഇത്തവണ വിവാദങ്ങളും മറ്റു കാര്യങ്ങളും വന്നു മാറിയത് എനിക്ക് വിഷമമുണ്ടായത്. രാഹുലിനോട് രാഷ്ട്രീയത്തോട് താല്പര്യം ഉണ്ടായിട്ടല്ല, പകരം നമുക്ക് ആ നന്മ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാലക്കാട് ആരാ നിൽക്കുന്നത് നോക്കട്ടെ. പാലക്കാട് ഇലക്ഷൻ കാൻഡിഡേറ്റ്സ് 2026 ഇതൊന്നല്ല. CPM ഒരു മികച്ച ആരെയാണ് CPM നിർത്തിയിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ 2026. അതുകൊണ്ട് എനിക്ക് ആഗ്രഹം ശോഭാജി നല്ലതാണ്. എനിക്ക് ശോഭാജിയെ ഇഷ്ടമാണ്. രമേശ് പിഷാരടിയാണ് കോൺഗ്രസിന് വേണ്ടി. BJPക്ക് വേണ്ടി ശോഭാ സുരേന്ദ്രൻജി. ഇൻഡിപെൻഡന്റായി NMR റസാഖ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവരുടെ പിന്തുണയോടുകൂടി, CPMന്റെ പിന്തുണയോടുകൂടി ശ്രീ റസാഖാണ് നിൽക്കുന്നത്. 3 പേരും നല്ല കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. CPM അങ്ങനെ സ്വതന്ത്രനായി സെലക്ട് ചെയ്യണമെങ്കിൽ പുള്ളിയും മിടുക്കനായിരിക്കും. അപ്പോൾ രമേശ് പിഷാരടി നല്ല കടുത്തൊരു പോരാട്ടം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നേരത്തെ ഷാഫി പറമ്പിൽ നമ്മുടെ ശ്രീധരൻ സാറും. ശരിക്കും ശ്രീധരൻ സാർ അവിടെ പരാജയപ്പെട്ട എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരാളാണ് ഞാൻ.
കാര്യം 90 വയസ്സായി, എന്നിട്ടും ജനസേവനത്തിന് വന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എന്താ പറയുക, ഒരു വിഭാഗത്തിനെതിരെയും, പ്രത്യേകിച്ച് കുറച്ചുകൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിനെതിരെ അങ്ങനെ ഇസ്ലാമോഫോബി ഒന്നും പറയുന്ന ആളല്ല. അദ്ദേഹം രാഷ്ട്രീയം ക്വിറ്റ് ചെയ്തപ്പം BJP-ക്കാർ കൊടുത്ത ഉപദേശം മേലാലി ലവ് ജിഹാദ് പരിപാടിയൊന്നും കൊണ്ട് ഇറങ്ങരുത്, അങ്ങനത്തെ വിഷയങ്ങളൊന്നും അല്ല നമ്മൾ ഇലക്ഷന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച എഞ്ചിനീയേഴ്സിലൊന്നായിരുന്നു നമ്മുടെ ശ്രീധരൻ സാറിന്റെ ഷാഫി എനിക്ക് വലിയ ഇഷ്ടമാണ്. ശരിക്കും ഷാഫി ശ്രീധരൻ സാറൊക്കെ മത്സരിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നും, കാര്യം രണ്ട് മികച്ച കാൻഡിഡേറ്റ്സ് ആണ്. ആ രീതിയിൽ എങ്ങനെയാവും, അങ്ങനെ മികച്ച ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് ശ്രീ ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർജി വന്നു, വളരെ ടൈറ്റ് ആയിരുന്നു. എൻ്റെ അമ്മ രാജീവ് ചന്ദ്രശേഖരനാണ് വോട്ട് ചെയ്തത്, ഞാൻ ശശി തരൂരിനാണ് വോട്ട് ചെയ്തത്. അങ്ങനെ വേണം പോസിറ്റീവ് രാഷ്ട്രീയം. അമ്മ രാജീവ് ചന്ദ്രശേഖരന്റെ ക്യാമ്പയിൻ എന്തോ പോയി, പക്ഷേ പോസിറ്റീവ് രാഷ്ട്രീയം അങ്ങനെയാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം, നിലപാടുണ്ടാകാം, പക്ഷെ ഞാൻ ശശി തരൂരിനാണ് വോട്ട് ചെയ്തത്. അതേപോലെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള കാൻഡിഡേറ്റ് ആണ്, വ്യക്തിപരമായ പരിചയമുള്ള നല്ല ആർജവും ഊർജ്ജമുള്ള വ്യക്തിയാണ്, എവിടെ നിന്നാലും വോട്ട്സ് ഇരട്ടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ പിഷാരടി എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ പിഷാരടി ഇൻക്ലൂസീവായി പോകും, കുറെ കൂടെ പോസിറ്റീവായി പോകും. ആരവിടെ വിജയിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ നല്ല കോമ്പറ്റീഷൻ നടക്കട്ടെ. പിഷാരടി വേഴ്സസ് ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് റസാഖ്. എനിക്ക് തോന്നുന്നു കൂടുതൽ ഫൈറ്റ് ശ്രീ പിഷാരടിയും ശോഭാ സുരേന്ദ്രനുമാണ് ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തിപരമായി കൂടുതൽ പരിചയം ശ്രീമതി ശോഭാ സുരേന്ദ്രനോടാണ്. അവർ മികച്ച കാൻഡിഡേറ്റ് ആണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വനിതാ നേതൃത്വത്തിൽ വരേണ്ട വ്യക്തിയാണ്. എന്നാൽ കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് കോൺഗ്രസ് തിരിച്ചു വരണം, കോൺഗ്രസ് തകരരുത്. കാര്യം എല്ലാവർക്കും നിൽക്കാനുള്ള ഒരു ജനാധിപത്യ സ്പേസ് ഉള്ള പാർട്ടി കോൺഗ്രസ് ആണ്. പിഷാരടി തന്നെ പലപ്പോഴും പറയുന്നത് പോലെ ഈ കോൺഗ്രസ്സുകാരെ കണ്ടാച്ചിരിക്കും, അതാണ് കോൺഗ്രസ്സുകാരുടെ വലിയൊരു ഗുണം. CPM-കാരുടെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും തങ്ങളുടെ തലയിലാണെന്നൊക്കെ ഭാവിച്ച് നിൽക്കുന്നതാണ്. ഞാൻ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിന്റെ കാരണം CPM-കാർക്ക് അവർ നമ്മളോട് വോട്ട് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ നീയൊക്കെ വർഗശത്രു അല്ലേടാ എന്നൊരു ഭാവത്തിലാണ് പിന്നീട് നമ്മൾ നോക്കുന്നത്. BJP-കാർക്ക് വോട്ട് ചോദിച്ചു കൊടുത്തില്ലെങ്കിൽ കണ്ടോ നീയൊക്കെ രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞാണ് അവർ നോക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലും അടുത്ത തവണ വന്ന് ചേട്ടാ നമുക്ക് വോട്ട് ചെയ്യണമെന്ന് പറയും. അത് കോൺഗ്രസിന്റെ ഒരു നന്മയാണ്, ഒരു ഇൻക്ലൂസീവ് നേച്ചറാണ്. അങ്ങനെ എല്ലാവരും അങ്ങനെ ഇൻക്ലൂസീവ് നേച്ചർ ആകണമെന്ന് വിശ്വസിക്കുന്നതാണ്. എന്തായാലും ശക്തമായ പോരാട്ടം നടക്കട്ടെ. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് ശ്രീ രമേശ് പിഷാരടി ഉണ്ടാകട്ടെ. മേ ദി ബെസ്റ്റ് പേഴ്സൺ വിൻ. ഞാനൊക്കെ അവിടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിങ്ങനെ ടോൺ അപ്പാർട്ട് ആവും. രണ്ടുപേരും മികച്ച കാൻഡിഡേറ്റ്സ് ആണ്. എനിക്ക് അറിയില്ല NMR റസാഖ് ആരാണെന്ന് കേട്ടോ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അദ്ദേഹം നല്ല കാൻഡിഡേറ്റ് ആയിരിക്കണം. അപ്പൊ എന്തായാലും ഇവിടെ ശക്തമായ പോരാട്ടം നടക്കട്ടെ. പാലക്കാട് മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കക്ഷി രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നുമില്ല. ആര് ജയിക്കും എന്ന് നിങ്ങൾ പറയുക, നിങ്ങൾ കമന്റ് ചെയ്യുക. നോക്കാം എന്താ പാലക്കാടിന്റെ പൾസ് എന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരിക, നമുക്ക് നോക്കാം.